നമസ്കാരം. കഥ കേട്ട് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച സ്ക്രിപ്റ്റ്. കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും നൗഫലിക്കും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞങ്ങളുടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ക്ഷണിച്ചും അല്ലാതെയും വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും ദിവസം ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രഷറും ടെൻഷനും എല്ലാം കുറയണത് ഈ ഒരു മൊമെൻ്റ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ്. ഞാനൊരു 45 ദിവസം ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ പുള്ളി ഒരു 2 മാസം ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല. അത്ര സപ്പോർട്ടീവായിട്ട് എന്നെ കംപ്ലീറ്റ് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് എൻ്റെ റൈറ്റേഴ്സ്. അവരെ ഒരു 6 മാസമായിട്ട് ഞാൻ വീട്ടിലോട്ട് വിട്ടിട്ടില്ല. പിന്നെ വളരെ ലേറ്റായിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതാണ് യാക്സണും നേഹയും. പിന്നെ അതുപോലെ അബുക്ക, റോണി ചേട്ടൻ, സീനിൽ ഈ പറഞ്ഞ പോലെ മാത്യു, എല്ലാവരും കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ നമ്മള് മാത്യു തോമസ് 22 എന്നാണ് നേരത്തെ ഇന്നലെ അറിയിച്ചിരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മാത്യു 2 വാക്ക്. നമസ്കാരം. ഇങ്ങനെ സംസാരിച്ച് ശരിയല്ലാത്തതാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് കഥ കേട്ട് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച സ്ക്രിപ്റ്റ്. കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും നൗഫലിക്കും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ മടിച്ചു. കാരണം ഇപ്പം എങ്ങാനത് നല്ല രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവർക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ കൈവിട്ട് ചിരിക്കുകയത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എന്നെ കൺസിഡർ ചെയ്തതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. കൂടുതലായി ഒന്നും പറയാനില്ല. മാത്യു പറഞ്ഞ മാതിരി തന്നെ കഥ കേട്ട് ഞാനും ചിരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചിരിപ്പിക്കുന്നുള്ളത് ഉറപ്പാണ്, ഞാനൊരു സംശയമില്ല. ഈ പടം വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷി. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫുൾ ടീമുമായിട്ടൊരു നല്ല റാപ്പോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കുറച്ച് ദിവസം മീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ വൈബ് ഓൺ ആയി. അപ്പോൾ ഐ എം സോ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് ഇൻ ദിസ് ഫിലിം. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പടമായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു. നമ്മുടെ പ്രൊഡ്യൂസർ നിസാർ ബാബു. നമസ്കാരം. ഒരുപാട് നാളത്തെ സൗഹൃദമാണ് നൗഫലുമായിട്ട്. സൗഹൃദത്തിൻ്റെ ആധാരത്തിൻ്റെ സിനിമയായിരുന്നു. ഇപ്പോൾ ആ സൗഹൃദം മറ്റൊരു സിനിമയായി മാറുകയാണ്. അത് നൗഫലിൻ്റെ ആദ്യത്തെ സിനിമ. അത് ഞാനും സജിനും വിജേഷും ഞങ്ങളുടെ ഉള്ളാഖ് ഫിലിംസിൻ്റെ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഡക്ഷൻ. അതിൽ വളരെയധികം സന്തോഷം. അതിലൊപ്പം ഞങ്ങളുടെ തൊട്ട് മുന്നത്തെ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ ഇന്നും 5ാം വാരവും ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലും ഭയങ്കര സന്തോഷം. എനിവേ, നൗഫലിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണെങ്കിൽ പോലും നൗഫലിനെ പോലുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന് കൂടാൻ പറ്റിയതിൽ, ആ സൗഹൃദം സിനിമയാക്കി മാറ്റാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞങ്ങൾ മറ്റന്നാൾ ഷൂട്ട് തുടങ്ങുകയാണ്. വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു അടിപൊളി പടമായിരിക്കും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിനായി സജിൻ അലിയെ ക്ഷണിച്ചുകൊള്ളു. അല്ല, ഈ പരിപാടിയിലെ കാശ് നമ്മൾ ചെലവാക്കുകയാണെന്നുണ്ടെങ്കിലും എവിടെ പോകല്ലേ, ഇങ്ങോട്ട് നമ്മൾ ഒരു വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പരിപാടി സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ സംവിധായകനിലാണ്. ഈ സിനിമയിലും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം അങ്ങോട്ട് തരികയാണ്. അതിൽ നിന്ന് അല്ല, തമാശകൾക്കപ്പുറം. അതെ, യൂണിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ചു പോകാനൊരു മാർഗമില്ല.
17 കൊല്ലമായിട്ട് നൗഫൽ ഇൻഡസ്ട്രിയിലുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ധൈര്യവും ബലവും എല്ലാം. അപ്പോൾ ഈ സിനിമ നിങ്ങളുടെ സിനിമയാണ്, നിങ്ങൾ ചെയ്തോളൂ. അത്രേ പറയാനുള്ളൂ. സിനിമയുമായി ബന്ധപ്പെട്ടൊരു കാര്യമില്ല. താഴെ ഒരു പ്രശ്നം നടക്കുകയാണ്. KL04 AM 6691 ആ വണ്ടി എവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ അവിടെ കുറേ നേരമായി ബ്ലോക്ക്